പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ രാജപ്രതാപമോ ജഡസുഖഭ്രാന്തിയോ മാനസോല്ലാസമോ ആത്മീയനിന്ദിന്ന്. എന്നെക്കുറിച്ച് ദൈവം പ്രത്യേകമായി ഉദ്ദേശിച്ചതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവം എല്ലാവരെയും വിളിച്ചപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നുള്ളത് ഞാൻ ആദ്യം അറിഞ്ഞാലേ പറ്റുള്ളൂ. അതറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള കോളിങ്ങും ഉണ്ട്, എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോളിങ്ങും ഉണ്ട്. എന്തിനാണ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്, കാര്യം ഈ ഭാഗങ്ങളൊക്കെ ഞാൻ മറ്റ് പല സീഡികളിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം എല്ലാവരെയും വിളിച്ചത്? ദൈവം എന്നെയും ബാബുജാനെയും ബെന്നിയെയും മേച്ചാറിനെയും എല്ലാവരെയും വിളിച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതുകൊണ്ടാണ് വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ദൈവോദ്ദേശ്യം. നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ദൈവോദ്ദേശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നേതാവിൻ്റെയും മനസ്സിലല്ല, ഒരു പ്രവാചകൻ്റെയും മനസ്സിലല്ല, ദൈവവചനത്തിലാണ്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശമുണ്ട്. അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം അതൊരു പേഴ്സണൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? പരിജ്ഞാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷ വേല ചെയ്യണം, അല്ലെങ്കിൽ വെൻ ഗാഡ് കാൾസ് മീ, ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ വിളിക്കുന്നു സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ വിളിക്കുമ്പോൾ എവിടേക്ക് പോകണമെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എവിടേക്ക് ഞാൻ പോകണമെന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ദൈവം എന്നോട് നോർത്ത് ഇന്ത്യക്ക് ICPF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഐ വോണ്ട് യു ടു ഡു സംതിങ് എൽസ്. എന്ത് വേണം? നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങണം. 3 വർഷം ഞാൻ കാത്തിരുന്നു എവിടാ തുടങ്ങേണ്ടതെന്നറിയാൻ. 3 years. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ല. എവിടെയെങ്കിലും പോയി പ്രവർത്തിക്കാൻ. ഞാനിവിടെ ഐഡിയലായിട്ട് വെറുതെ ഇരിക്കുമൊന്നുമല്ല. ഞാൻ അന്നും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അന്നും പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഐഡിയലായിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ എങ്കിലും കൺഫ്യൂഷൻ ബാക്കി കിടക്കുകയാണ്. എവിടെയാണ് ദൈവം എന്നെ പറഞ്ഞു വിടുന്നത്? 3 വർഷം കഴിഞ്ഞപ്പോൾ സ്പെസിഫിക്കായിട്ട് ദൈവം കാണിച്ചു തന്നു, ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. മധ്യപ്രദേശിലെ ദമോഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ദൈവം കാണിച്ചു തന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിന് ദൈവം ഒരു സ്പെഷ്യൽ വിഷൻ കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച്. ആൻഡ് വി വെർ ഗോയിങ് ടു എ പ്ലേസ്. കണ്ടിട്ടില്ലാത്ത സ്ഥലം, ദമോ എന്ന് കേട്ടിട്ട് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ അത് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്തിയ ഒരു പദമല്ല. അവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? പരിജ്ഞാനം വേണം, അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു നോളജ് വേണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം മനസ്സിലാക്കണമെങ്കിൽ. എന്നാൽ ഞാൻ സ്നാനത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ സ്നാനത്തെക്കുറിച്ച് എഴുതി. അത് മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം ഉണ്ട്. അതിനകത്ത് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതെൻ്റെ ഇൻറ്റ്യൂട്ടീവ് നോളജിൽ നിന്നൊന്നും എഴുതിയൊന്നുമല്ല. കാര്യം ഒരു ഉപദേശം പഠിപ്പിക്കാൻ ഒരിക്കലും വെളിപ്പാട് ഉപയോഗിച്ചുകൂടാ. കാര്യം വെളിപ്പാട് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഉപദേശം എല്ലായ്പ്പോഴും ബുദ്ധിക്ക് തെളിവുള്ളതും വേദപുസ്തകത്തിന് അനുസൃതവുമായിരിക്കണം. അതുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ഉപദേശമുണ്ടാകാവൂ. വെളിപ്പാടിൽ നിന്ന് ഉപദേശം ഉണ്ടാകുമ്പോഴാണ് അത് കൾട്ടായി പോകുന്നത്. എലൻ ജി വൈറ്റ് എന്ന് പറയുന്ന വനിതയ്ക്ക് ഒരു വെളിപ്പാടുണ്ടായി. 10 കൽപ്പനകൾ അവർ വെളിപ്പാടിൽ കണ്ടു. അതിനകത്ത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളത് ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നതായിട്ട് കണ്ടു. ദൈവം അവളോട് പറഞ്ഞു, എൻ്റെ ശബത്തിനെ എല്ലാവരും ഇന്ന് സൺഡേ ആക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് എന്ന് പറയുന്ന ചർച്ച് ഉണ്ടാക്കുന്നത്. അവരുടെ വെളിപ്പാടാണ് അവരുടെ സഭയുടെ അടിസ്ഥാനം. ഒരു സ്ത്രീയുടെ വെളിപ്പാടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതൊരു കൾട്ട് ഗ്രൂപ്പ് ആകുന്നത്. അതുകൊണ്ടാണത് ഒരു കൾട്ട് ഗ്രൂപ്പ് ആകുന്നത്. അത് ഉപദേശമല്ല. ഉപദേശത്തിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കണം? നമ്മുടെ ബുദ്ധിക്ക് തെളിവുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൽ. അത് മാനുഷിക ജ്ഞാനമല്ല, അത് ദൈവിക ജ്ഞാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ വേദപുസ്തകത്തിൽ എന്ന്. ഞാൻ 37 വർഷമായിട്ട്
ശരിയായിട്ട് വേദോസം പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. ഈവൻ ആഫ്റ്റർ 38 years ഓഫ് റീഡിങ് ബൈബിൾ, ഓരോ ദിവസവും ഓരോ ഭാഗം വായിക്കുമ്പം ചേട്ടാ ഇത് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ, അന്നേരം ഒന്നും എനിക്ക് കാര്യം തോന്നിയില്ല, ഇല്ലേ? അതുകൊണ്ട് ആ ജ്ഞാനം വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക ജ്ഞാനമാണ്, അല്ലാതെ അതെന്താ എൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമല്ല. ഞാൻ അത്ര ഇൻ്റലിജൻ്റ് ഒന്നും അല്ല അങ്ങനെ മനസ്സിലാക്കത്തക്ക രീതിയിലൊന്നും. ഗാഡ് റിവീൽസ്, പക്ഷേ അത് ബുദ്ധിക്ക് തെളിവായുള്ളതാണ്. അതിൽ നിന്നും മാത്രമേ ഉപദേശമുണ്ടാകാവൂ, അല്ലാതെ ഉപദേശം ഉണ്ടാകാൻ പാടില്ല. അല്ലാത്ത ഒരു ഉപദേശവും നിങ്ങൾ സഹിക്കുകയും വേണ്ട, സമ്മതിക്കുകയും വേണ്ട. ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പൗലോസ് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ ബെരോവയിലെ ക്രിസ്ത്യൻസ് ഒറ്റയടിക്ക് തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവർ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു. അതുകൊണ്ട് വെളിപ്പാടിൽ നിന്ന് ഉപദേശം ഉണ്ടാകാൻ പാടില്ല, ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ഉപദേശം ഉണ്ടാകാൻ പാടുള്ളൂ. എന്നെക്കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തൊരു കാര്യമൊന്നും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ അറിയണ്ട. ഇൻഡിവിജ്വലായിട്ട് ദൈവം എന്നോട് ആഫ്രിക്കയിൽ പോകാൻ പറഞ്ഞത്, ഗോഡ് സ്പോക്ക് ടു മീ, എന്നെ ആരും വിളിച്ചില്ല, ഞാനങ്ങ് പോവുകയാണ് ചെയ്തത്. എന്നോട് ദൈവം ഒരിക്കൽ ഈജിപ്തിൽ പോകാൻ പറഞ്ഞു. ഈജിപ്തിൽ പോകാനായിട്ട് പറഞ്ഞ് ഞാൻ നേരെ ഈജിപ്തിന് പോവുകയാണ്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് കയറി പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. കാര്യം എമിഗ്രേഷനിൽ നിന്ന് സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, എമിഗ്രേഷനിൽ അവിടെ കൃത്യമായി വിസ കാണിച്ചില്ലെങ്കിൽ കയറി പോകാനായിട്ട് പറ്റത്തില്ല. എന്തോ എമിഗ്രേഷനിൽ നിന്ന് കയറ്റി വിട്ടു. ഞാൻ ജെസൂര് പറഞ്ഞു, എമിഗ്രേഷനിൽ നിന്ന് കയറി ഇനി അവിടെ ചെല്ലുമ്പോൾ വിസ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ഞാനിങ്ങനെ തിരിച്ചു പോരും. ഈജിപ്തിൽ ചെന്നു അവന്മാരും വിസ അടിച്ചു തന്നു. ഞാൻ പുറത്തിറങ്ങി, എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്നൊക്കെ നടക്കുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഹായ് സാജു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ആരും വന്നില്ല. കുറേ നേരം ഒരു ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഉന്തിക്കൊണ്ട് അതിലെല്ലാം നടന്ന് ആരെയും കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ഹോട്ടലിൽ പോയി താമസിച്ചു. ഐ സ്റ്റേഡ് ദെയർ, ഐ സ്റ്റാർട്ടഡ് പ്രേയിങ്, ഐ ട്രാവൽ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. പലയിടത്തു നിന്ന് ട്രാക്റ്റുകളും മറ്റും സംഘടിപ്പിച്ചു. അവിടെ ഞാൻ യാത്ര ചെയ്തു. ഇത് വേദപുസ്തകത്തിൽ ഈജിപ്തിൽ പോകാൻ പറഞ്ഞത് കൊണ്ട് പോയതൊന്നും അല്ലല്ലോ. വേദത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ഈജിപ്തിൽ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് വെളിപ്പാടിൽ നിന്നാണ്. എന്നാൽ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി ഈജിപ്തിൽ പോകണമെന്ന്, അതുകൊണ്ട് നിങ്ങളൊക്കെയും ഈജിപ്തിൽ പോകുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, നാളെ എല്ലാവരും കൂടി ഈജിപ്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് എനിക്ക് ദൈവം നൽകിയ വെളിപ്പാടാണ്. വെളിപ്പാട് ഇൻഡിവിജ്വലായിട്ടൊരു വ്യക്തിക്ക് ഉള്ള കാര്യമാണ്. ഒരു വെളിപ്പാട് വ്യക്തിപരമായി ഒരാൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്, അല്ലാതെ എന്തല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സന്ദേശമല്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം. ഉപദേശം എല്ലാവർക്കും വേണ്ടി, അത് ജ്ഞാനത്തിൽ നിന്ന്. ചില ആലോചനകൾ എനിക്ക് വ്യക്തിപരമായി, അത് വെളിപ്പാടിൽ നിന്ന്. ജ്ഞാനത്തിൽ നിന്നേ ഉപദേശം ഉണ്ടാകാവൂ. വെളിപ്പാടിൽ നിന്നാണ് വ്യക്തിപരമായി ദൈവം നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് വിശ്വാസം, ഫെയ്ത്ത്. വിശ്വാസം എന്നതും ഇവിടെ ഒരു ആത്മപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഒരു സാധാരണ വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. പലരുടെയും വിശ്വാസം ഇന്ന് അവരിൽ തന്നെയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലാണ്. വിശ്വാസത്തിലുള്ള വിശ്വാസം, നീ വിശ്വസിക്കുന്ന 16 പ്രാവശ്യം പറഞ്ഞാൽ ഉണ്ടാകുന്നതല്ല വിശ്വാസം. നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഗിഫ്റ്റാണ് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് വിശ്വസിക്കാം. മാനുഷികമായി വിശ്വസിക്കണമെങ്കിൽ അതിനൊരു റീസൺ വേണം. റീസൺ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, മാനുഷികമായി വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ റീസണും അപ്പുറത്തുള്ളൊരു ഫെയ്ത്ത് ഉണ്ടാകുമ്പോഴാണ് അത് ബിബ്ലിക്കൽ ഫെയ്ത്ത് ആകുന്നത്. ചിലപ്പം പറയുന്നത് മാനുഷികമായി നമുക്കൊരു ബോധ്യം, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നല്ല ധൈര്യമായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ധൈര്യം ഉണ്ടാകും. ചില ആളുകൾ നാച്ചുറലി ബ്രേവാണ്, അവർക്ക് നല്ല ധൈര്യമാണ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സാഹചര്യങ്ങളെപ്പറ്റി ഇഗ്നറൻ്റ് ആണെങ്കിലും ചിലപ്പം നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകും. എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യായെങ്കിൽ ചുമ്മാ നമ്മളെടുത്ത് ആടി നിന്നിരിക്കും. അതിനെ ഫെയ്ത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുമാണ്, ഇഗ്നറൻസിൽ നിന്ന്. മൂന്നാമത് ഒരുപക്ഷെ അൺകൺസേണിൽ നിന്ന്, അതായത് എന്തൊരു ആട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൺസേൺഡ് അല്ല. എന്തു വന്നാലും അങ്ങനെയുള്ള ആളുകളുണ്ട്, വളരെ അൺകൺസേൺഡ്. അവർക്ക് അവരെക്കുറിച്ചും ചിന്തയില്ല, മറ്റുള്ളവരെ കുറിച്ചും ചിന്തയില്ല, എന്തോ സംഭവിക്കുമൊന്നുമില്ല, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അൺകൺസേൺഡ് ആയിട്ടുള്ള. അപ്പോൾ ചിലർക്ക് ഫെയ്ത്ത് ഉണ്ട്, ആ ഫെയ്ത്തിൽ നിന്നുള്ള ധൈര്യമുണ്ട്. ഇതൊന്നും ബിബ്ലിക്കൽ ഫെയ്ത്ത് അല്ല. മൂന്നാമത്തെ അല്ലെങ്കിൽ അടുത്തതായിട്ട് വിധി വിശ്വാസികളുണ്ട്. നമ്മൾ എന്തോ ചെയ്താലും നമുക്ക് വരാനുള്ളതേ വരൂ എന്നൊക്കെ പറയുന്ന ഫെയ്റ്റലിസ്റ്റുകളുണ്ട്. ഫെയ്റ്റ്, വിധി, അതിൽ നിന്നുള്ള വിശ്വാസവും ബിബ്ലിക്കൽ ഫെയ്ത്ത് അല്ല.
പിന്നെ അവരിൽ തന്നെയുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ട്. എനിക്കിത് നേരിടാൻ പറ്റുമെന്ന് പറയുന്ന കോൺഫിഡൻസ് ഉള്ളവരുണ്ട്. ബിബ്ലിക്കൽ ഫെയ്ത്ത് ഇതൊന്നുമല്ല. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗാഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് തിരിച്ചറിയുന്നതാണ്. ദൈവം സകലതും നിയന്ത്രിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നത്. ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവത്തിൻ്റെ കഴിവിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സോവറിറ്റിയിൽ ദൈവം എന്തും ചെയ്യാൻ കഴിയുന്നവനാണ്. അവൻ ആണ് നിയന്ത്രിക്കുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ അടിത്തറ. രണ്ടാമത്തെ അടിത്തറ, അതായത് ദൈവത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഫെയ്ത്താണ്. എനിക്ക് തിന്മയായ ഒരു കാര്യം ദൈവം ചെയ്യുകയില്ല. ഗോഡ് നോസ് ദ ബെസ്റ്റ് ഫോർ മീ ആൻഡ് ഹി വിൽ ഡു ഇറ്റ് ഫോർ മീ. അപ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒന്ന്, ദൈവത്തിന് എന്തും ചെയ്യാനുള്ള കഴിവ് ഉണ്ട്, ഹി ഈസ് ഇൻ കൺട്രോൾ. രണ്ട്, എൻ്റെ ജീവിതത്തിൽ ദോഷമായത്, എനിക്ക് ദോഷമെന്ന് തോന്നുന്നതല്ല, ചിലപ്പോൾ അതൊക്കെ സംഭവിച്ചെന്നിരിക്കും, എനിക്ക് ദോഷമെന്ന് ചിന്തിക്കുന്ന നമ്മൾ ചിലപ്പോൾ അത് പിന്നെ നമുക്കറിയത്തുള്ളൂ അത് ദോഷമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലേ? ഞാൻ സെക്കൻഡ് ടൈമിൽ ആഫ്രിക്കയ്ക്ക് പോകുന്ന സമയത്ത് ഞാനും സിനിയും കൂടാണ് പോകാൻ പ്ലാൻ ചെയ്തത്. എനിക്കാണെങ്കിൽ ഞാൻ വളരെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ആളുകളോട് ഇടിച്ച് തള്ളി ഒരു കാര്യം പറയണമെന്ന്. പക്ഷേ സിനി അങ്ങനെയൊന്നുമല്ല. സിനി ഒരു കാര്യം സാധിക്കണമെന്ന് വെച്ചാൽ സാധിച്ചിരിക്കും. ഞാൻ സിനിയോട് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് അവൻ സൗദി അറേബ്യയ്ക്ക് പോയിരിക്കുകയായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് തിങ്കളാഴ്ച വരും, ചൊവ്വാഴ്ച ഞങ്ങൾക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ അവന് തിങ്കളാഴ്ച വരാൻ പറ്റത്തില്ലെന്ന് പെട്ടെന്ന് എനിക്ക് ടെലിഫോൺ ചെയ്തു. കുഴപ്പമില്ല, വേറൊരു ഫ്ലൈറ്റിന് അവൻ ബഹ്റിനിൽ ചെന്നിട്ട് ബഹ്റിനിൽ നിന്ന് ഗൾഫ് എയർ ഇവിടെ വരുമ്പോഴത്തേക്ക് 2 മണിക്ക് ഗൾഫ് എയർ വരും, 3 മണിക്ക് ഗൾഫ് എയർ വരും, 5 മണിയുടെ ഫ്ലൈറ്റാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴത്തേക്ക് കയറി വരാം, എൻ്റെ ടിക്കറ്റും കൂടെ കൊണ്ടുപോകും, 2 ടിക്കറ്റും കൂടെ എടുത്തോളാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ആശ്വസിച്ചൊക്കെ ചെന്നു. പക്ഷേ ഫ്ലൈറ്റ് മോളിൽ വന്നതേ ഉള്ളൂ, താഴെ ഇറങ്ങാൻ സമയം കിട്ടിയില്ല. എനിക്ക് തന്നെ കയറി പോകേണ്ടി വന്നു. ഞാനിവിടുന്ന് തന്നെ കയറി ഇവിടെ നിന്ന് ദോഹ, ജോഹന്നസ്ബർഗ്, മപ്പൂട്ടോ, അത്രയും വരെയൊക്കെ ചെന്നു. മപ്പൂട്ടോയിൽ നിന്ന് വേറൊരു ഫ്ലൈറ്റ് എടുത്ത് വേണം പോകാനായിട്ട് എനിക്ക് പോകേണ്ട സ്ഥലത്ത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകാം, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിച്ച് രാത്രിയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. രാവിലെ ഹോട്ടലിൽ നിന്ന് ഞാൻ നേരെ ടിക്കറ്റിന് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നെക്സ്റ്റ് 8 days ഫ്ലൈറ്റ് ഫുള്ളാണ്. 5 ദിവസം കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ഈ മപ്പൂട്ടോ എന്ന് പറയുന്ന സ്ഥലം എയർപോർട്ട് കണ്ടിട്ടുള്ളതല്ലാതെ എനിക്കറിയത്തില്ല, എനിക്കവിടെ ആരെയും പരിചയമില്ല. പിറ്റേ ദിവസത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിന് ഞാൻ ചെല്ലുമെന്ന് വെച്ച് അവരവിടെ കിളിമാനിയിൽ നോക്കിക്കുകയാണ്. ഞാൻ കിളിമാനിയിലുള്ളവരെ ഞാൻ ടിക്കറ്റ് എടുത്തു, 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 5 days കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ, 6th day വരത്തുള്ളൂ, 5 days ഐ വിൽ ബി ഇൻ മപ്പൂട്ടോ. എനിക്കറിയത്തില്ല, ഞാനോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു, എനിക്കറിയത്തില്ല ദൈവം എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല, വെറുതെ എന്നെ ഈ ഹോട്ടലിൽ താമസിപ്പിച്ച് എന്ത് കാര്യമാണ്, എനിക്ക് ഒരു മനുഷ്യനെ ഇവിടെ പരിചയമില്ല. ഞാൻ വിളിച്ചാൽ ഉടനെ തന്നെ ചോദിക്കുക നീ എന്താ ജെയ്മിയെ വിളിച്ചാൽ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ജെയ്മി? എടാ നിനക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു അവൻ എന്നെ ഓർക്കണമെന്ന് പോലും നിർബന്ധമില്ല. കാര്യം രാവിലെ നേരെ ചർച്ച് ഹോളിലേക്ക് വന്നിട്ട് ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് പോകേണ്ടത് കൊണ്ട് ഇവൻ ഓടിപ്പോവാൻ, ഞങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെയൊന്നുമല്ല, ജെയ്മി നിൻ്റെ കാര്യങ്ങളെല്ലാം ഓർക്കും, അതുകൊണ്ട് ഞാൻ ഫോൺ നമ്പർ തരാം. എൻ്റെ പേടി ഇവൻ ഓർക്കുമോ എന്നുള്ളതാണ്. പിന്നെ ഓർത്താൽ തന്നെ മാക്സിമം എന്താ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഉത്തരം, ഹായ് സാജു, വെൽക്കം ബാക്ക് ടു മൊസാംബിക്. ഇതിക്കുള്ളൊക്കെ എന്തോ നമ്മളാണെങ്കിലും അത്രയല്ല കാണിക്കത്തുള്ളൂ. രാജപ്രതാപമോ ജഡസുഖഭ്രാന്തിയോ മാനസോല്ലാസമോ ആത്മീയനിന്ദിന്. രാജപ്രതാപമോ ജഡസുഖഭ്രാന്തിയോ മാനസോല്ലാസമോ ആത്മീയനിന്ദിന്. തന്തമ്മയിൽ മാർവിൽ വസിക്കുമ്പോൾ യേശുവിൻ മാർവിലാണ്
ആത്മീയ ജീവിതം. താലോലഗാനങ്ങൾ അമ്മ ചൊല്ലും പോലെ ആത്മീയർക്കാനന്ദം യേശുവിൻ വാത്സല്യം. കട്ടിലുമേത്തയും ചാലും തലയിണ സൗരഭ്യം തൂകുന്ന വാസനപ്പൂക്കളും ചൂടുകുളിർമയും ശോഭന കാഴ്ചയും ഏകന്നാമൂടിയും യേശുവിൻ വാത്സല്യം. ഏകാന്ത ജീവിത വരപ്രഭാലബ്ധനായി കൈകൾ തലയ്ക്കുവച്ചുറങ്ങുമാ സാധുവിൻ ശയ്യയിൽ ദൃശ്യരായി വേറാരുമില്ലെന്നാൽ കോടാനു കോടികൾ അദൃശ്യരങ്ങുണ്ടല്ലോ. പൈസയൊന്നും കീശയ്ക്കുള്ളിൽ സമ്പാദ്യമായി വേണ്ടെന്നുറച്ചവൻ യേശുവെ പോൽ ധന്യൻ. കീർത്തി സമ്പാദ്യമോ പണം വെട്ടി മേടയോ വസ്തുസ്ഥാനാദിയോ ആത്മീയനെന്തിന്? പച്ചിലവർഗമോ പാകമാക്കായ്കളോ പച്ചവെള്ളം താനോ പാചകാഹാരമോ ഇച്ഛയൊന്നും തീണ്ടാതാത്മീയരാസ്വദിച്ചിടുമ്പോളേതന്റെ ആനന്ദം തൂകുന്നു. മുട്ടിൽ വണങ്ങിയോ പാദത്തിൽ നിന്നിട്ടോ ദണ്ഡനമസ്കാരം സാഷ്ടാംഗമായിട്ടോ പരമാത്മജ്ഞാനത്തിൽ നിഷ്ഠയുറച്ചവൻ ചെയ്യുമാരാധന എന്തു മഹാനന്ദം. പുസ്തകത്തിന്മേലോ പുസ്തകമായതിൽ സത്യവേദവാക്യം വായിച്ചും ധ്യാനിച്ചും വിശ്വാസം ആശയ്ക്കും സ്നേഹജീവാവിക്കും സംതൃപ്തി പ്രാപിക്കും നാളിൽ നാളിൽ ഭക്തൻ. നന്മ ചെയ്യുവാനോടി നാടെങ്ങും ജീവിതം നന്മയ്ക്കായി താൻ ചെയ്തു യേശുവിൻ കാരുണ്യം. ആർദ്രമായുള്ളത്തിൽ ദൈനംദിനം ജ്വലിച്ചായവൻ പോൽ ജീവിച്ചിടുന്നോർക്കാനന്ദം. മാനും മാൻപേടയും പർവ്വതാഗ്രങ്ങളിൽ തുള്ളിച്ചാടും പോലെ ക്രിസ്തുവും ഭക്തനും വഴിമധ്യേ പാടിക്കൊണ്ടേശുവെ സാക്ഷിച്ചു പരവാസം ചെയ്യുന്നതെന്തു മഹാനന്ദം. സിഹിയോന്റെ പൈതലേ നീയതിന്നം ശിയായി തീരാതെ